Hi Salima, welcome to Career Talk with Glance Learning Academy. Okay, സലീമ എന്തൊക്കെയുണ്ട് വിശേഷം? കേൾക്കുന്നില്ലല്ലോ സലീമ. ഓക്കെ, സലീമ എന്ത് കോഴ്സാണ് ഗ്ലാൻസ് ലേണിംഗ് അക്കാഡമിയിൽ ചെയ്തത്? എന്തായിരുന്നു? ഏത് കോഴ്സായിരുന്നു ഗ്ലാൻസിൽ ചെയ്തത്? ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഈ കോഴ്സിനെ പറ്റി ആദ്യം കേട്ടപ്പോ എന്താ തോന്നിയത് സലീമക്ക്? ഞാൻ എന്റെ ഫ്രണ്ട് വഴിയാണ് ഇത് ജസ്റ്റ് എൻക്വയറി ചെയ്തത്. അപ്പൊ എനിക്ക് നന്നായിട്ട് തോന്നി. അവളോട് ഞാൻ ചോദിച്ചപ്പോ നല്ലൊരു അഭിപ്രായം കാര്യങ്ങളാണ് ഈ അക്കാദമിനെ കുറിച്ചിട്ട് പറഞ്ഞത്. വളരെ നമുക്ക് കംഫർട്ട് ആയിട്ട് ടീച്ചേഴ്സ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും ഒക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിരുന്നു. ആണല്ലേ? അപ്പൊ ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആയിട്ടാണോ വന്നത് അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റുഡന്റ് ആയിട്ടായിരുന്നോ? ഓൺലൈൻ സ്റ്റുഡന്റ് ആയിട്ടായിരുന്നു. ഓൺലൈൻ ആയിരുന്നല്ലേ ചെയ്തത്? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? ഒരു പഠനമായിട്ട് മുന്നോട്ട് പോയപ്പോ ഈ ഒരു അക്കാഡമി വിത്ത് ടീച്ചേഴ്സ് വിത്ത് എങ്ങനെയായിരുന്നു ഇതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായത്? എനിക്ക് പറയാനുള്ളത് വളരെ നല്ല അഭിപ്രായമാണ്. ദിജന മാം ആണെങ്കിലും റീഷ്ന മാം ആണെങ്കിലും വളരെ നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് കോൺവെർസേഷൻ ചെയ്യുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്താ പറയാനറിയില്ല, അത്രയും സന്തോഷവും ഒക്കെ ഉണ്ട്. ഇത്രയും ഇപ്പൊ ഞങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ജെയിൻസ് കണ്ണാശുപത്രി മഞ്ചക്കലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ എങ്ങനെയാ, ഇന്റേൺഷിപ്പ് ആയിട്ടാണോ അല്ലെങ്കിൽ ജോബ് ആയിട്ടാണോ ചെയ്യുന്നത്? ഞാൻ ഇന്റേൺഷിപ്പ് ആയിട്ടാണ് കയറിയത്. പക്ഷെ അവർക്ക് ഇപ്പൊ കയറിയപ്പോ എന്നെ സ്റ്റാഫ് ആയിട്ട് അവരോട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആണോ? ഓക്കെ, ഇപ്പൊ ഇന്റേൺഷിപ്പ് ആണ് ഇപ്പൊ നിലവില്? ഓക്കെ ഓക്കെ, അപ്പൊ അവരവിടെ തന്നെ സ്റ്റാഫ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ കോഴ്സ് ഇപ്പോ ക്ലാസ്സിലൊക്കെ കയറുന്ന സമയത്തെ എന്തെങ്കിലും ഡൗട്ട് സെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ടീച്ചേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്? ഈസി ആയിരുന്നോ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒരു ടീച്ചർ സ്റ്റുഡന്റ് കേൾക്കുന്നില്ല. ടീച്ചേഴ്സ് ആയിട്ട് വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. നമുക്ക് എന്തും ഓപ്പൺ ആയി ചോദിക്കാൻ പറ്റിയ ടീച്ചേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്കോ എന്റെ ഫ്രണ്ട്സിനോ ഒന്നും തോന്നിയിട്ടില്ല. ഓക്കെ, ഇപ്പോ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ജോബിന് അവര് ഉറപ്പ് പറഞ്ഞല്ലേ കേറാന്നുള്ളത്? ആണ്. ഓക്കെ, ഇന്റേൺഷിപ്പിന് വല്ല എമൗണ്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ മന്ത്ലി നമുക്ക്? യൂണിഫോം ഷൂസ് അവിടെ ഉണ്ടായിരുന്നു. ആണല്ലേ? അപ്പൊ അതിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. വേറെ ചാർജസ് ഒന്നും ഇല്ല അല്ലേ? ഫ്രീ ആയിരുന്നു, വേറെ എമൗണ്ട് ഒന്നും അവര് വാങ്ങിയില്ല? ഓ, വെരി ഗുഡ്. ഇപ്പൊ നമ്മുടെ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് ഒരു ഡൗട്ട് ആണ്, നമുക്ക് ഇന്റേൺഷിപ്പിന് പോകുമ്പോ എമൗണ്ട് എത്രയാകും, അത് വളരെ കൂടുതലാണോ, നിങ്ങളായിട്ട് അതായത് അക്കാഡമി ആയിട്ട് തന്നെ ചെയ്ത് തരാൻ പറ്റുമെന്നൊക്കെ പലവരും ചോദിക്കാറുണ്ട്. അപ്പൊ അവരോട് എങ്ങനെയാണ് പറയുന്നത്? നമുക്ക് അക്കാഡമി ആയിട്ട് ത്രൂ പോകുമ്പോഴും സ്വന്തമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് പോകുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് ആകുന്ന രീതി എങ്ങനെയായിരിക്കും, ഒന്ന് പറയാമോ? നമ്മൾ എവിടെ ഇന്റേൺഷിപ്പിൽ കയറുകയാണെങ്കിലും അവർ അവരുടേതായിട്ട് ചാർജസ് പറയുന്നുണ്ട്. അപ്പൊ നമ്മളത് മാക്സിമം ഒരു 5,000 ഒക്കെയാണ് പറയുന്നത്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നമ്മളത് ഇറങ്ങുമ്പോൾ അവര് നമുക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. ആണല്ലേ? ഓക്കെ, അങ്ങനെയാണ് വന്നേക്കുന്നത്. നമ്മുടെ അടുത്ത് വരുന്ന മിക്ക സ്റ്റുഡൻസും ഇവിടുന്ന് ഇന്റർവ്യൂവിന് പോയപ്പോ ഇന്റേൺഷിപ്പിന് ജസ്റ്റ് മന്ത്ലി അവര് 1,000 ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്. നമുക്ക് ഇങ്ങനെ പോകുന്ന എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കുമല്ലോ ചോദിക്കാൻ പറ്റുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഞാൻ ഒട്ടുമിക്ക ഹോസ്പിറ്റലും ചോദിച്ചു, എൻക്വയറി ചെയ്തു. അവര് നമ്മൾ എത്രയാണ് എമൗണ്ട് പറയുന്നത് 5,000 ആണ് മാക്സിമം പറയുന്നത്. അത് അവര് നമുക്ക് ജോബ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ അത് അവർക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. ആണല്ലേ? അങ്ങനെയായിരുന്നു. ഓക്കെ ഓക്കെ, നമ്മുടെ ഇവിടുന്ന് പോയേക്കുന്ന സ്റ്റുഡൻസ് ജസ്റ്റ് 1 മന്ത് ഒക്കെ 1,000-ന് കയറിയവരുണ്ട് ഇന്റേൺഷിപ്പിനൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എങ്ങനെയാണ് എമൗണ്ടിന്റെ കാര്യം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു കോഴ്സിനെ പറ്റി മറ്റുള്ള സ്റ്റുഡൻസിനോട് എടുക്കാൻ നിൽക്കുന്നവരുണ്ട്, ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരുണ്ട്, പൊതുവെ നമ്മൾ മറ്റൊക്കെ പഠിച്ചുകൊണ്ട് നിലവിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അവരോടൊക്കെ എന്താണ് സെലിമയ്ക്ക് പറയാനുള്ളത്? വളരെ നല്ലൊരു കോഴ്സാണ്. പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ ജോബിന് പോകാൻ പറ്റിയ നല്ലൊരു കോഴ്സാണ് നമ്മൾ ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ മെജോറിറ്റി പേരും ആരും വീട്ടിലിരിക്കുന്നില്ല. ഇപ്പൊ മാക്സിമം നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അത്ര സിമ്പിൾ ആയിട്ട് പഠിക്കാനാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ വളരെ ക്ലിയർഫുൾ ആണ്, സിമ്പിൾ ആണ്. ഓക്കെ, ഇപ്പൊ എങ്ങനെ പോകുന്നു ജോബ്? ഇതിലേക്ക് കയറിയപ്പോ എങ്ങനെയാണ്? മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആയി? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഓക്കെ സലീമ, ഇത്ര നേരം നമുക്ക് വേണ്ടിയിട്ട് സലീമയുടെ വാല്യൂബിൾ ആയിട്ടുള്ള ടൈം നമുക്ക് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക്സ് ഉണ്ട് മാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടും ഇതുപോലെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിലും പഠിച്ച് ജോലി കിട്ടിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഞാൻ മാമിനോട് തന്നെ കടപ്പെട്ടിരിക്കുന്നു.